إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും അവൻ്റെ അടിമകളായ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുന്നേറുക, വേഗത്തിൽ വേഗത്തിൽ മുന്നിട്ട് ചെല്ലുക, നന്മകളിൽ നിങ്ങൾ മത്സരിച്ചു മുന്നേറുക. ഇലല്ലാഹി മർജിഉകും ജമീഅ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾക്കിടയിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലാഹു റബ്ബുൽ ആലമീൻ അതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് അറിയിച്ചു നൽകും. അല്ലാഹു അതിൽ തീർപ്പ് കൽപ്പിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓരോരുത്തരോടും കൽപ്പിക്കുകയാണ്, ഫസ്തബിഖൂ, നിങ്ങൾ മുന്നേറുക, നിങ്ങൾ വേഗത്തിൽ വേഗത്തിൽ മുന്നിട്ട് ചെല്ലുക. എന്തിലേക്കാണ് സഹോദരങ്ങളെ? അൽ ഖൈറാത്ത്, നന്മയിലേക്ക്. നമുക്കറിയാം, ദുനിയാവിൽ മത്സരങ്ങളാണ്. എല്ലാവരും ദുനിയാവിൽ മത്സരിച്ചു മുന്നേറുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു തആല മത്സരിച്ചു മുന്നേറാൻ പറഞ്ഞത് ഖൈറാത്തിലേക്ക്, നന്മയിലേക്കാണ്. അഥവാ പണ്ഡിതന്മാർ വിശദീകരിച്ചു, എന്താണ് ഖൈറാത്ത്, നന്മകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അനുസരണമാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ ശരീഅത്ത് പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട്, അല്ലാഹു അവതരിപ്പിച്ച അവൻ്റെ വഹി അതിന് പരിപൂർണമായി കീഴൊതുങ്ങിക്കൊണ്ട് അങ്ങനെ മുന്നേറാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ഓരോരുത്തരോടും കൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ മടങ്ങിപ്പോക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെ മത്സരിച്ച് മുന്നേറിയാലും, ഖൈറിലായാലും ഷർറിലായാലും നമ്മളെല്ലാവരും മടങ്ങേണ്ടവരാണ്. നമ്മളെല്ലാവരും മടങ്ങും, അഥവാ അല്ലാഹുവിലേക്ക്. ഇലല്ലാഹി മർജിഉകും ജമീഅ, നിങ്ങളെല്ലാവരും ഒരാൾ പോലും ഒഴിയാതെ
അള്ളാഹുവിലേക്ക് മടങ്ങും എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അതോടൊപ്പം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചത് ഈ നന്മകളിലേക്ക് മുന്നേറി ജീവിക്കാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറഞ്ഞില്ലേ, ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഇബാദത്തായി അള്ളാഹു കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ മുന്നേറാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചത്. എന്നാൽ അള്ളാഹു നമ്മെ എന്തിനു സൃഷ്ടിച്ചോ അത് മറന്നുകൊണ്ട് അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ച ദുനിയാവിലെ വിഭവങ്ങൾക്ക് പിന്നാലെ തിരക്കിലായി പോവുക എന്നത് എത്ര ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്ഥാനമെന്നത് അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്. അവിടുന്ന് സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിയാണ്. എല്ലാവരെക്കാളും സ്ഥാനമുള്ള വ്യക്തിത്വമാണ്. അവിടുന്ന് ഭരണാധികാരിയാണ്. ലോകർ മുഴുവനും ആ റസൂലിനെ പിൻപറ്റുന്നു, അനുസരിക്കുന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹോദരങ്ങളെ അത്ഭുതകരമാണ്. അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, ദുനിയാവ് അഥവാ ഇഹലോകം, ഇവിടെയുള്ള തിരക്കുകൾ, ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ മുഖ്യ വിഷയമായി നീ നിശ്ചയിക്കരുതേ. വലാ മബ്ലഗ ഇൽമിനാ, നമ്മുടെ അറിവിന്റെ ആകെ തുകയും ദുനിയാവാക്കല്ലേ അല്ലാഹുവേ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എന്താണ് ഈ പ്രാർത്ഥന? ദുനിയാവ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാക്കല്ലേ. അഥവാ നന്മകളിലേക്ക് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തിരക്കുകൾക്ക് പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നതാരാണ്? ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, വലാ മബ്ലഗ ഇൽമിന, നമ്മുടെ വിജ്ഞാനത്തിന്റെ ആകത്തുക, ദുനിയാവിൽ പഠിച്ചത് മുഴുവനും ദുനിയാവ് മാത്രം എന്നൊരു അവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ലേ. എന്താണ് ഇൽമ് എന്ന് ചോദിച്ചാൽ, നീ എന്തു പഠിച്ചു എന്ന് ചോദിച്ചാൽ ദുനിയാവ് മാത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാക്കല്ലേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, വലിയ പാഠമുണ്ട് നമുക്കതിൽ. അഥവാ നന്മകളിലേക്ക് മുന്നേറാൻ നമ്മുടെ റബ്ബ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. എന്നിട്ട് നാം പിന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ദുനിയാവാണ് മുഖ്യമെന്നതാണ്. ദുനിയാവ് മറന്നു പോവാനോ ഇഹലോകത്തെ ജീവിതം മറന്ന് അങ്ങനെ ഭൗതിക വിരക്തി അങ്ങേയറ്റം ഒന്നും വേണ്ട എന്ന അർത്ഥത്തിൽ ജീവിക്കാനല്ല അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലെ ഓഹരി നീ മറന്നു പോവരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അത് പറയുന്നതിന്റെ തൊട്ടു മുന്നേ അള്ളാഹു പറഞ്ഞത്, നിനക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നീ ദാറുൽ ആഖിറത്ത് പ്രതീക്ഷിക്കുക, അഥവാ പരലോകം പ്രതീക്ഷിക്കുക. നീ നന്മകളിലേക്ക് മുന്നേറിക്കൊണ്ട് നീ ചെല്ലേണ്ടത് ദാറുൽ ആഖിറത്തിലേക്കാണ്, അഥവാ പരലോക ഭവനത്തിലേക്കാണ്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലെ നിനക്കുള്ള ഓഹരി നീ മറന്നു പോകരുത്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും രണ്ടാമത് പറഞ്ഞതാണ് കേൾക്കുക. ദുനിയാവ് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിൽ ദുനിയാവില്ലാതെ 6-ാം നൂറ്റാണ്ടിലേക്കാണോ തിരിച്ചു പോവേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ക്ഷണിച്ചത് നന്മകളിലേക്കാണ്. അതോടൊപ്പം അല്ലാഹു ദുനിയാവ് മറക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. എത്ര മനോഹരമായ ദീനാണ് അള്ളാഹുവിന്റെ ദീൻ എന്നത്, പരിശുദ്ധ ഇസ്ലാം എന്നത് എത്ര മനോഹരമാണ്. അള്ളാഹു അതാ വീണ്ടും പറയുന്നു, വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം. അള്ളാഹു അതാ പറയുന്നു, വസ്സാബിഖൂന, അഥവാ മുന്നിട്ട് ചെന്ന ആളുകൾ, വേഗത്തിൽ മുന്നിട്ട് നന്മകളിലേക്ക് കുതിച്ചു പാഞ്ഞ ആളുകൾ, അസ്സാബിഖൂൻ, അവർ മുന്നിട്ട് ചെല്ലുന്നതാണ്. അഥവാ സഹോദരങ്ങളെ,
ദുനിയാവിൽ വേഗത്തിൽ നന്മകളിൽ മുന്നേറി നന്മകൾക്ക് വേണ്ടി പരിശ്രമിച്ച് അങ്ങനെ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുന്നിട്ട് ചെന്നയാളുകൾ, എന്നിട്ട് പരലോകത്ത് എത്തിയ ആളുകൾ അസ്സാബിഖൂൻ, അവിടെയും മുന്നിലായിരിക്കും. അവിടെയും പദവികളിൽ, സ്ഥാനങ്ങളിൽ, സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിൽ മുൻപന്തിയിലായിരിക്കും. ഉലൈകൽ മുഖറബൂൻ, അല്ലാഹു പറയുകയാണ്, അത്തരം ആളുകൾ അവരാകുന്നു അള്ളാഹുമായി ഏറ്റവും അടുത്ത, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ആളുകൾ. ഫീ ജന്നാത്തിൻ നഈം, അവർ സുഖാനുഭൂതിയുടെ സ്വർഗത്തിലായിരിക്കും. സുല്ലത്തും മിനൽ അവ്വലീൻ, അള്ളാഹു പറയുകയാണ്, പൂർവികരിൽ നിന്നൊരു വിഭാഗവും, വഖലീലും മിനൽ ആഖിരീൻ, വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചു പേരും, അലാ സുറുറിൻ മൗദൂന, ഈ മുന്നിട്ട് ചെന്നയാളുകൾ, വേഗത്തിൽ നന്മകളിൽ കുതിച്ചു പാഞ്ഞ ആളുകൾ, അവർ അള്ളാഹു പറയുകയാണ് സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് മെടഞ്ഞ കട്ടിലിലായിരിക്കും, മെത്തയിലായിരിക്കും. മുത്തഖിഈന അലൈഹാ മുതഖാബിലീൻ, അവരതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ആ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവർക്ക് ചുറ്റുമതാ സ്വർഗത്തിൽ നിത്യവാസികളായ ചെറിയ മക്കൾ, ചെറിയ കുട്ടികൾ അവരെ വലയം ചെയ്യുന്നു. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, കോപ്പകളും കൂജകളും പാനപാത്രങ്ങളും നല്ല ശുദ്ധമായ പാനീയങ്ങളുമായി അതാ അവരങ്ങനെ സ്വർഗത്തിൽ ഈ മുന്നേറിയ ആളുകളെ വലയം ചെയ്യുമെന്നാണ്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അവിടെയുള്ള ആ പാനീയങ്ങൾ കുടിച്ചാൽ തലവേദന എടുക്കുകയോ ലഹരി ബാധിക്കുകയോ മത്തുപിടിക്കുകയോ ചെയ്യുകയില്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവിടെ അതാ അവർക്ക് ഇഷ്ടമുള്ള ഫലവർഗ്ഗങ്ങൾ അവർക്ക് തിരഞ്ഞെടുക്കാം. വലഹ്മി തൈരിൻ മിമ്മാ യശ്തഊൻ, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല പക്ഷിയുടെ മാംസം. വഹൂറുൻ ഈൻ, വിടർന്ന കണ്ണുകളുള്ള വലിയ കണ്ണുകളുള്ള ഹൂറുൻ ഈൻ, സ്വർഗീയ സ്ത്രീകൾ അവർക്കുണ്ട്. അള്ളാഹു അതാ വീണ്ടും അങ്ങനെ സുദീർഘമായി അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ആർക്കാണ് സഹോദരങ്ങളെ ഈ സുഖങ്ങളും സ്വർഗത്തിലെ സുഖാനുഭൂതികളും? ആർക്കാണ്? എന്തിനു വേണ്ടിയാണ്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ കാരണത്താലാണ്, അവർ ദുനിയാവിൽ മുന്നിട്ട് ചെന്നതിന്റെ കാരണത്താലാണ്. ആ സ്വർഗത്തിലെ സുഖങ്ങൾ പറയുന്നതിന് മുന്നേ അള്ളാഹു തുടങ്ങി വെച്ചത് എന്താണ്? അള്ളാഹു തുടങ്ങി വെച്ചത് വസ്സാബിഖൂന സാബിഖൂൻ, നന്മകളിൽ മുന്നേറിയ ആളുകൾ പരലോകത്തും മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും. ദാ ഈ പറഞ്ഞ അനേകം വിശേഷണങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ അവർ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും. അള്ളാഹു അതാ വീണ്ടും ഒരുപാട് ആ സ്വർഗക്കാരെ കുറിച്ച്, ദുനിയാവിൽ കർമ്മങ്ങൾ കൊണ്ട് മുന്നിട്ട് വേഗത്തിൽ മുന്നേറിയ ആളുകളെ കുറിച്ച് വീണ്ടും സൂറത്തുൽ വാഖിഅയിൽ പറയുന്നതായി നമുക്ക് കാണാം. ആ ആയത്തുകൾ അങ്ങോട്ട് പാരായണം ചെയ്തു നോക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് സുദീർഘമായി അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ കാണാം. അള്ളാഹു അതാ വീണ്ടും പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അള്ളാഹു വീണ്ടും ക്ഷണിക്കുകയാണ് സഹോദരങ്ങളെ. വസാരിഉ, അള്ളാഹു പറയുകയാണ് വീണ്ടും കുതിച്ചു ചെല്ലുക. വസാരിഉ, നിങ്ങൾ കുതിച്ചു ചൊല്ലുക, നിങ്ങൾ മുന്നേറുക, നിങ്ങൾ കുതിച്ചു പാഞ്ഞു ചെല്ലുക. സാരിഉ എന്ന് പറഞ്ഞാൽ അതാണ് വേഗത്തിൽ മുന്നിട്ട് ചെല്ലുക. എവിടേക്കാണ്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അർളുഹസ് സമാവാതു വൽ അർദ്, ആ സ്വർഗം എന്നത് ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗമാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു ആ സ്വർഗം. സഹോദരങ്ങളെ, അള്ളാഹു ക്ഷണിക്കുന്നു, വേഗത്തിൽ മുന്നേറാൻ ക്ഷണിക്കുകയാണ്. പാപമോചനത്തിലേക്ക്, തൗബയിലേക്ക്. തെറ്റുകളും ന്യൂനതകളും കുറവുകളും ധാരാളമുള്ള അവന്റെ അടിമകളായ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു വിളിക്കുകയാണ്. വേഗത്തിൽ ചെന്നുകൊള്ളുക തൗബയിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക്, പാപമോചനത്തിലേക്ക്, നന്മകളിലേക്ക് മുന്നിട്ട് ചെല്ലാൻ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മിൽ പലരും പലപ്പോഴും അലസമായി അങ്ങനെ ജീവിച്ചു പോവാറാണ് പതിവ്. വേഗത്തിൽ അള്ളാഹു നന്മകളിൽ മുന്നേറാൻ പറഞ്ഞാൽ നമ്മൾ പലരും കുറച്ച് കഴിയട്ടെ
എന്നതാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ചെറുപ്പക്കാരാണെങ്കിൽ, യുവാക്കളാണെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും കുറച്ച് വയസ്സാവട്ടെ. കണ്ടിട്ടില്ലേ, ഹജ്ജിന് പോവാൻ പലപ്പോഴും ആളുകൾ പറയുക എന്താണ്, ചെറുപ്പത്തിൽ പോയിട്ട് എന്താ കാര്യം, കുറച്ച് പ്രായമാവട്ടെ, കുറച്ച് കഴിയട്ടെ, വയസ്സാവട്ടെ, എന്നിട്ട് ഹജ്ജ് ചെയ്യാം. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എപ്പോഴാണ് മുന്നേറേണ്ടത്, എപ്പോഴാണ് നല്ല ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കുക? യൗവനത്തിലാണ്. നല്ല ചോരത്തിളപ്പുള്ള കാലത്താണ് ഇബാദത്തുകൾ ചെയ്യാൻ നല്ല ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാവുക. അതുകൊണ്ട് വേഗത്തിൽ മുന്നേറാനാണ് അള്ളാഹു പറഞ്ഞത്. വേഗത്തിൽ തിടുക്കത്തിൽ മുന്നേറാൻ. കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ ഒരുപക്ഷെ അത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാതെ പോകും. എത്ര ആളുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും, നന്മകൾ പിന്തിപ്പിച്ചു വെക്കും, കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവാം, റമദാനാവട്ടെ, അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സമയമാവട്ടെ എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ആ സമയം വന്നെത്തുന്നതിന് മുന്നേ ഇഹലോകം വിട്ടുപോയേക്കാം. അതുകൊണ്ട് വേഗത്തിൽ മുന്നേറാൻ അള്ളാഹു പറയുകയാണ്. ഒരു ചെറു കഥ പറയപ്പെടാറുണ്ട്. ഖാല സഅതൂബു ഗദൻ. ഒരാൾ പറഞ്ഞു, ഞാൻ നാളെ തൗബ ചെയ്യാം. നാമ വലം യസ്തൈഖിൽ. അങ്ങനെ അതും പറഞ്ഞ് അവൻ ഉറങ്ങി. വലം യസ്തൈഖിൽ, അവൻ ഉണർന്നില്ല. ഇങ്ങനെ എത്ര പേരുണ്ട് സഹോദരങ്ങളെ. നാളെ നന്നാവാം, നാളെ മുതൽ ശരിയാക്കണം എന്നു പറഞ്ഞ് പിന്തിപ്പിച്ചു വെച്ച ആളുകൾ അതിലേക്ക് എത്തുന്നതിന് മുന്നേ മരിച്ചുപോയേക്കാം. അതുകൊണ്ട് അള്ളാഹു വിളിക്കുകയാണ്, പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ അഭിസംബോധനകളാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുന്നേറുക. വസാരിഉ, നിങ്ങൾ കുതിച്ചു ചെല്ലുക. മെല്ലെ മെല്ലെ പതിയെ പതിയെ ചെല്ലാനല്ല പറഞ്ഞത്. നന്മകളിൽ വേഗം മുന്നേറണം. നന്മകൾ കണ്ടാൽ, നന്മകൾ എന്നത് സഹോദരങ്ങളെ വേഗത്തിൽ നേടിയെടുക്കാനുള്ളതാണ്. നമ്മൾ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ എത്ര വേഗത്തിൽ നമ്മളത് ചെയ്യും. ദുനിയാവിലെ ഒരു ലാഭമാണെങ്കിൽ, ദുനിയാവിലെ ഒരു കച്ചവടമാണെങ്കിൽ, ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ട വല്ലതുമാണെങ്കിൽ എത്ര തിടുക്കത്തിൽ ഞാനും നിങ്ങളും അതിന്റെ പിന്നാലെ കൂടും. എന്നാൽ അള്ളാഹു നമ്മെ ക്ഷണിച്ചത് ആഖിറത്തിന്റെ കാര്യത്തിലേക്കാണ്. ആഖിറത്തിൽ മുന്നിട്ട് ചെല്ലാനാണ് അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്. കാരണം ഇലല്ലാഹി മർജിഉകും ജമീഅൻ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. നമ്മളെല്ലാവരും റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് വേഗത്തിൽ മുന്നിട്ട് ചെല്ലാൻ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തിയില്ല. ആ സ്വർഗത്തിന്റെ വിശാല വിസ്തൃതി അറിയിക്കുകയാണ്. അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതി ഉണ്ട് സ്വർഗത്തിന്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും സഹോദരങ്ങളെ ആ സ്വർഗത്തിന്റെ വ്യാപ്തി, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ സ്വർഗത്തിലെ അനുഭൂതികൾ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ചില ഹദീസുകളിൽ കാണാം, അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾക്ക് പോലും ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമാണ്. അപ്പോൾ നേരത്തെ മുന്നിട്ട് ചെന്ന ആളുകൾക്ക് സഹോദരങ്ങളെ എന്തായിരിക്കും സ്വർഗത്തിലെ സുഖാനുഭൂതികളും അവിടെയുള്ള സ്ഥാനമാനങ്ങളും? അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇതാ വേഗത്തിൽ മുന്നേറാൻ പറഞ്ഞു, തൗബയിലേക്ക്, സ്വർഗത്തിലേക്ക്. എന്നിട്ട് ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെക്കപ്പെട്ടതാണ് എന്നും പറഞ്ഞു. എന്നിട്ട് ചില നന്മകൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന മുത്തഖീങ്ങളായ ആളുകൾ അവർ രഹസ്യത്തിലും പരസ്യത്തിലും ചിലവാക്കുന്നവരാണ്. സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ രഹസ്യമായി നൽകേണ്ടതങ്ങനെ, അല്ലാതെ നൽകേണ്ടതങ്ങനെ, അങ്ങനെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്നവരാണ്. സഹോദരങ്ങളെ, അതിൽ പാഠമുണ്ട്. ചിലവഴിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരവസരം കിട്ടിയാൽ പിന്തി നിൽക്കരുത്. വേഗത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പിന്നീട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ സമ്പത്ത് ഉണ്ടാവുകയില്ല, അതല്ലെങ്കിൽ തൗഫീഖ് കിട്ടുകയില്ല. അള്ളാഹു പറയുകയാണ്, അവർ യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ,
രഹസ്യത്തിലും പരസ്യത്തിലും കൊടുക്കുന്നവരാണ്. വൽ കാദിമീനൽ ഗൈള, കോപം രോഷം അടക്കി വെക്കുന്നവരാണ്. ദേഷ്യം വരാം, മനുഷ്യന്റെ പ്രകൃതമാണ്. ചിലപ്പോൾ പ്രതികരിക്കാൻ തോന്നും, അവർ അത് പിടിച്ചു വെക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനും നിങ്ങളും നമ്മൾ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. നമ്മുടെ രോഷം പിടിച്ചു വെക്കാനും തെറ്റ് ചെയ്ത ആളുകൾക്ക് വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. അത് മുത്തഖീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. നമ്മോട് ഇങ്ങോട്ട് അനീതി കാണിച്ചാലും തിരിച്ചതുപോലെ ചെയ്യാൻ അനുവാദമുണ്ട്, ശരി, പക്ഷേ വിട്ടുകൊടുക്കലാണ് ഉത്തമം എന്ന് അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രോഷം അടക്കി വെക്കുകയും എന്നിട്ട് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ അവകാശികളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു പറയുന്നു, അല്ലാഹു ഇഹ്സാനുള്ളവരെ, നന്മകൾ പ്രവർത്തിക്കുന്നവരെ, അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്നവരെ, അതല്ലെങ്കിൽ അല്ലാഹു ഇങ്ങോട്ട് എന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, അതാ വീണ്ടും അല്ലാഹു മുത്തഖീങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ വിശേഷണം ഓർമ്മപ്പെടുത്തുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, അവർ സ്വന്തത്തോട് വല്ല അതിക്രമവും ചെയ്തു പോയാൽ, വല്ല വൃത്തികേടും വല്ല തിന്മകളും ചെയ്തു പോയാൽ ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണ്. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, തങ്ങൾ ചെയ്തു പോയ പാപത്തെ തൊട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുമാണ്. സഹോദരങ്ങളെ, അല്ലാഹു ക്ഷണിച്ചിരിക്കുന്നു പാപമോചനത്തിലേക്ക്. തെറ്റുകൾ ചെയ്തു പോയോ, എത്ര കണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയോ, നിരാശനാവരുത്. ഏതായാലും ഇങ്ങനെയൊക്കെയായി എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്, പിന്നെ ഞാൻ മാത്രം എന്തിനാണ് തിരിഞ്ഞോടുന്നത് എന്നല്ല. എത്ര തെറ്റ് ചെയ്താലും, തെറ്റുകൾ സംഭവിച്ചു പോയാലും പരലോകം ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്നാവണം എന്ന ചിന്തയോടുകൂടി ഒരു തെറ്റ് ചെയ്തു പോയാൽ, വൃത്തികേട് ചെയ്തു പോയാൽ ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും ചെയ്യുക. അത് മുത്തഖീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അത്തരം ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ഈ തഖ്വയുള്ള മുത്തഖീങ്ങളായ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്ത ഇങ്ങനെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ തുടരുകയില്ല. തെറ്റാണോ എന്ന് മനസ്സിലായാൽ, തെറ്റാണ് തിന്മയാണ് എന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് വേഗം തൗബ ചെയ്ത് മടങ്ങുന്നവരായിരിക്കും അവർ. സഹോദരങ്ങളെ, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും വേഗത്തിൽ മുന്നേറാൻ കൽപ്പിച്ചു. സൂറത്തു ആലി ഇമ്രാനിൽ നമുക്ക് കാണാം. എന്നിട്ട് ആ നന്മകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, അതുപോലെ സൽസ്വഭാവം, അതുപോലെ തൗബ, തെറ്റ് ചെയ്തു പോയാൽ തൗബ ചെയ്യുക, ഇതൊക്കെ നന്മകളിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മുന്നേറുക എന്ന് അല്ലാഹു വിളിച്ച ആ നന്മയിൽപ്പെട്ടതാണ്. അതാ അല്ലാഹു വീണ്ടും മറ്റൊരു ആയത്തിൽ വിളിക്കുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വേഗത്തിൽ മുന്നിട്ട് ചെല്ലുക. അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, നേരത്തെ നമ്മൾ കേട്ട അതേ ആയത്തിൽ അതേ പരാമർശം, തൊട്ടു മുന്നേ കേട്ട അതേ പരാമർശം. സ്വർഗമെന്നാൽ ആകാശഭൂമികളുടെ വിശാല വിസ്തൃതി ഉണ്ടതിന്. ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, അല്ലാഹു തആല അവനിൽ വിശ്വസിച്ച, അവന്റെ നബിമാരിൽ റസൂലുമാരിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗമാകുന്നു അത്. സഹോദരങ്ങളെ, നന്മയിലേക്ക് അല്ലാഹു ക്ഷണിച്ചു. ഈമാൻ എന്നത് ഏറ്റവും വലിയ നന്മയാണ്. തൗഹീദ് എന്നത് ഏറ്റവും വലിയ നന്മയാണ്. അതുപോലെ റസൂലുമാരെ അനുസരിക്കുക, അംഗീകരിക്കുക, സുന്നത്ത് എന്നത് ഏറ്റവും വലിയ നന്മയാണ്. തൗഹീദിലേക്കും സുന്നത്തിലേക്കും അല്ലാഹു ക്ഷണിക്കുകയാണ്. ഈമാൻ
അള്ളാഹുവിലുള്ള ഈമാൻ, മലക്കുകളിലുള്ള ഈമാൻ, കിതാബുകളിലുള്ള ഈമാൻ, റസൂലുമാരിലുള്ള ഈമാൻ, അന്ത്യനാളിലുള്ള ഈമാൻ, അള്ളാഹുവിന്റെ ഖദറിലുള്ള വിധിയിലുള്ള ഈമാൻ. ഇതൊക്കെ ആര് ഉൾക്കൊണ്ടോ അവർക്കാണ് അല്ലാഹു തആല ഈ സ്വർഗം ഒരുക്കി വെച്ചത്. അതിലേക്ക് അള്ളാഹു ക്ഷണിച്ചിരിക്കുകയാണ്. അതിലേക്ക് മെല്ലെ മെല്ലെ പോവാനല്ല സഹോദരങ്ങളെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. പിന്നെയോ വേഗത്തിൽ കുതിച്ചു ചെല്ലാനാണ്, വേഗത്തിൽ മുന്നേറാനാണ്, തിടുക്കത്തിൽ വേഗത്തിൽ മുന്നിട്ട് ചെല്ലാനാണ്. ദാലിക ഫദ്ലുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു ആകാശഭൂമികൾ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അവന്റെ ഔദാര്യമാണ്. യുതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു അത് നൽകുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു തആല മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ വിളിച്ച നന്മകളിലേക്ക് മുന്നിട്ട് ചെല്ലാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. നന്മകളിൽ മുന്നിട്ട് ചെല്ലുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. പതിയെ പതിയെ പതുക്കെ നാളെ പിന്നെ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവരുത്. നന്മകൾ കണ്ടാൽ ആ നന്മകൾ വേഗത്തിൽ വാരിയെടുക്കാനുള്ള ഉന്മേഷവും ആഹ്ലാദവും നമുക്കുണ്ടായിരിക്കണം. ഒരുപാട് നന്മകളുണ്ട്. തഫ്സീറുകളിൽ കാണാം, നന്മകൾ എന്നാൽ ഇബാദത്തുകൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അതിൽപ്പെട്ടു. തൗബ, അള്ളാഹുവിന്റെ പാപമോചനം, അവനോട് പശ്ചാത്തപിക്കുക എന്നത് അള്ളാഹു ഈ ക്ഷണിച്ച നന്മയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ തഫ്സീറുകളിൽ കാണാം, നന്മകളിൽ വേഗം മുന്നിട്ട് ചെല്ലുക എന്നതിൽപ്പെട്ടതാണ് നിസ്കാരത്തിനു വേണ്ടി വേഗത്തിൽ വേഗത്തിൽ മസ്ജിദുകളിലേക്ക് വരിക എന്നുള്ളത്. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് വിളിക്കപ്പെട്ടാൽ വേഗത്തിൽ നിസ്കാരത്തിനു വേണ്ടി ഒന്നാമത്തെ സഫിൽ എത്തുക എന്നത് ഈ പറഞ്ഞ നന്മകളിലേക്ക് കുതിച്ചു ചെല്ലലാണ്. ജമാഅത്തിനു വേണ്ടി പള്ളികളിലേക്ക് മസ്ജിദുകളിലേക്ക് വരൽ ഈ പറഞ്ഞ നന്മകളിലേക്ക് കുതിക്കലാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅയിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങളിങ്ങനെ ആടിപ്പാടി മെല്ലെ സമയം പോലെ വന്ന് കേറിക്കോ എന്നല്ല, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗം കുതിച്ചു ചെല്ലുക. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങളുടെ ദുനിയാവിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഫസ്ഔ, വേഗത്തിൽ കുതിച്ചു ചെല്ലുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറ് എന്താണുള്ളത്, കുറേ സമയം മുപ്പരിങ്ങനെ പ്രസംഗിക്കുമല്ലോ, അവസാനം എത്തിയാൽ മതിയല്ലോ, എന്തായാലും കിട്ടുമല്ലോ. വേഗത്തിൽ വേഗത്തിൽ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ നമ്മളങ്ങനെ പതുക്കെ ചെല്ലാറുണ്ടോ സഹോദരങ്ങളെ? വേഗത്തിൽ ചെല്ലുകയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ മസ്ജിദിന്റെ വാതിലുകളിൽ പേരുകൾ രേഖപ്പെടുത്താൻ നിൽക്കുകയാണ്. ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഇമാം മിമ്പറിൽ കയറിയാൽ ആ കിതാബ് അടച്ചു വെച്ച് മലക്കുകൾ ഈ സദസ്സിലിരിക്കും. നമ്മൾ വിശ്വസിക്കുന്നു, കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതാണത്. അതിനുശേഷം വരുന്നവരുടെ പേര് മലക്കുകളുടെ കിതാബുകളിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ദുനിയാവിന്റെ വല്ല കാര്യവുമാണെങ്കിൽ സഹോദരങ്ങളെ, 12:45 ട്രെയിൻ പോവുക എന്ന് പറഞ്ഞാൽ 12:30 നമ്മൾ എത്തുകയില്ലേ? ഫ്ലൈറ്റിന്റെ സമയം പറഞ്ഞാൽ സമയം പോലെ മെല്ലെ അല്ലല്ലോ, വേഗത്തിൽ കുതിക്കും. ദുനിയാവിന്റെ ഏത് കാര്യവും അങ്ങനെയല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മകളിലേക്ക് മുന്നേറാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നന്മകളിൽപ്പെട്ടതാണ്. ഈ നന്മകളിൽ മുന്നിട്ട് ചെല്ലാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളിൽ നിന്ന് പിന്നീട് ഞാൻ പിന്നെ ചെയ്യാം എന്നതൊരിക്കലും നമ്മുടെ നിയത്തായി പോകരുത്, എന്നതൊരിക്കലും നമ്മുടെ വാക്കുകളായി വരരുത്. കുറച്ച് കഴിയട്ടെ, പിന്നെയാവട്ടെ, നാളെയാവട്ടെ, അല്ല, വേഗത്തിൽ വേഗത്തിൽ. നന്മകളാണോ വേഗത്തിൽ, നന്മകളാണോ വേഗത്തിൽ മുന്നേറുക. അള്ളാഹുവിന്റെ വാക്കുകൾ നിങ്ങൾ നോക്കൂ, വസാരിഉ സാബിഖൂ ഫസ്തബിഖൂ, റബ്ബിന്റെ കൽപ്പനകളാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും
ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു കിതാബ് നൽകിയ ആളുകൾ അവരിൽ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്യുന്ന അഥവാ തിന്മകൾ ചെയ്യുന്ന നന്മകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. വമിൻഹും മുഖ്തസിദ്, ചില ആളുകൾ നിർബന്ധ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, വേറെ ചില ആളുകൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നന്മകളിൽ മുന്നിട്ട് നിൽക്കുന്ന മുന്നേറുന്ന ആളുകളുമാണ്. 3 വിഭാഗം ആളുകളെ അള്ളാഹു പറഞ്ഞു. സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്ന ആളുകൾ അഥവാ തിന്മകൾ ചെയ്യുന്ന പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം എന്നത് മുഖ്തസിദ്, നിർബന്ധ കാര്യങ്ങൾ ഐച്ഛിക കാര്യങ്ങളൊന്നുമില്ലാതെ നിർബന്ധ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, മൂന്നാമത്തെ വിഭാഗം നന്മകളിൽ മുന്നേറുന്നവരാണ്. സഹോദരങ്ങളെ, ഇതിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്? നന്മകളിൽ മുന്നേറുന്നവരിൽ ഉൾപ്പെടണം. കാരണം അള്ളാഹു പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ടു, വസ്സാബിഖൂന അസ്സാബിഖൂൻ, ദുനിയാവിൽ വേഗത്തിൽ മുന്നിട്ട് ചെന്ന ആളുകൾ അസ്സാബിഖൂൻ, അവർ മുന്നിട്ട് നിൽക്കും. എവിടെ? പരലോകത്ത്. ആഖിറത്തിൽ എല്ലാവരേക്കാളും മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിക്കുകയാണ് വേഗത്തിൽ മുന്നേറാൻ, വേഗത്തിൽ കുതിച്ചു ചെല്ലാൻ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലേക്ക് മുന്നിട്ട് ചെല്ലാൻ, കുതിച്ചു ചെല്ലാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരുപാട് ആയത്തുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തൊക്കെയാണ് നന്മകൾ? അതിൽ പ്രധാനപ്പെട്ട പല നന്മകളും അല്ലാഹു തആല കൂടെ ഓർമ്മപ്പെടുത്തി, അതും നമ്മൾ മനസ്സിലാക്കി. നന്മകളിലേക്ക് മുന്നേറാൻ നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നന്മകളിൽ മുന്നേറാൻ സാധിക്കുക? 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗഫീഖിനെ ചോദിക്കുക, സഹായം ചോദിക്കുക. അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ആ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണം, അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന സ്ഥലത്തെത്തുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്, എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്താണ് അതിന്റെ കാരണം? നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുകയാണ്. ആ വിളിക്ക് ഉത്തരം നൽകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല തന്നെ. അതാണ് അതിന്റെ അർത്ഥം. കാരണം എന്താണ്? ഒരുപാട് ആളുകൾ ഈ വിളി കേൾക്കുന്നു. എന്നിട്ട് ആ ജമാഅത്തിന് എത്ര പേരുണ്ട് മസ്ജിദിൽ? നമ്മൾ ചെന്ന് നോക്കൂ. ബാങ്ക് വിളി കേൾക്കുന്ന എത്ര ആളുകളുണ്ട് പരിസരത്ത്? പക്ഷേ ജമാഅത്തിനെത്താൻ തുലോം തുച്ഛം ആളുകളാണ്. എന്തുകൊണ്ടാണ്? തൗഫീഖ് കിട്ടണം. സുബ്ഹി ബാങ്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ നിസ്കാരമാണ് ഉത്തമമെന്ന് വിളിക്കപ്പെടുമ്പോൾ ആ നാട്ടിലെ ആൾക്കാർ മൊത്തം വിളി കേട്ട് മസ്ജിദിലെത്തുകയാണെങ്കിൽ ജുമക്ക് വന്നവരുണ്ടാവും. എന്നാൽ സുബ്ഹിന്റെ ജമാഅത്തിന് പ്രിയമുള്ളവരെ എത്ര പേരുണ്ട് മസ്ജിദിൽ? അല്ലാത്ത ജമാഅത്തിൽ എത്ര പേരുണ്ട് മസ്ജിദിൽ? അള്ളാഹുവിന് ഇബാദത്തുകളിൽ മുന്നേറാൻ റബ്ബിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം, തൗഫീഖിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ സുബ്ഹിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു,
അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനവും നല്ല ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വിജ്ഞാനം ചോദിച്ചു, നല്ല ഉപജീവനം ചോദിച്ചു, കർമ്മങ്ങളും ചോദിച്ചു. അള്ളാഹുവിനോട് തൗഫീഖ് ചോദിച്ച് നേടിയെടുക്കേണ്ടതാണ് പ്രിയമുള്ളവരെ ഇബാദത്തിനുള്ള അവസരം. രണ്ടാമത്തെ കാര്യമെന്നത് ആ തൗഫീഖ് കിട്ടിയാൽ വേഗത്തിൽ മുന്നേറുക. ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വേഗത്തിൽ മുന്നേറാൻ, നിസ്കരിക്കാൻ പോവാനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പെങ്കിലും നമുക്ക് വേണം. എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം, നമ്മുടെ കാര്യങ്ങളൊന്ന് മാറ്റിവെക്കണം, അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം, മുജാഹദത്ത് നടത്തണം. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്നത് പലരും. പലപ്പോഴും കടയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ സാധിക്കും, എന്നാലും ഇറങ്ങിപ്പോവുകയില്ല. പള്ളിയുടെ മുന്നിലായിരിക്കും കടകൾ, ബാങ്ക് വിളി കേൾക്കും, പക്ഷേ ജമാഅത്തിലെത്താൻ സാധിക്കുകയില്ല. വെറുതെ അവിടെ ഇവിടെ നിൽക്കുകയായിരിക്കും, പക്ഷെ എത്തുകയില്ല. പരിശ്രമിക്കണം സഹോദരങ്ങളെ, പരിശ്രമം ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ പരിശ്രമിക്കുക. ഇഹ്റിസ്, നീ പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മകളിൽ കുതിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നന്മകളിൽ വേഗത്തിൽ വേഗത്തിൽ മുന്നേറാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം സമയം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കിട്ടുകയില്ല. ഖൈർ, നന്മകൾ എന്നത് അത് നമ്മെ തേടി ഇങ്ങോട്ട് വരികയില്ല. നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹുവിനോട് സഹായം തേടി അതിലേക്ക് ചെല്ലണം. അതാണ് അള്ളാഹു നമ്മെ വിളിച്ചത്. ഫസ്തബിഖുൽ ഖൈറാത്ത് വസാരിഉ വസാബിഖു സാബിഖു, അള്ളാഹു വിളിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നന്മകൾ വാരിക്കോരാൻ, ഒരുപാട് നന്മകൾ നമ്മുടെ ഏടുകളിൽ ആയി അങ്ങനെ പരലോകത്ത് എത്തുക എന്നത്, റബ്ബിനെ കണ്ടുമുട്ടുക എന്നത് എത്ര സൗഭാഗ്യകരമാണ്. എന്നിട്ട് വസാബിഖൂന സാബിഖൂൻ എന്ന് അല്ലാഹു പറഞ്ഞ ആ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മകളിൽ മുന്നേറാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.